ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബാബീസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നല്ലൊരു മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോഴേ മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുറത്തൊന്നും അടിച്ചു വരാനോ ക്ലീനിങ്ങിനോ ഒന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് ഇന്ന് നേരത്തെ പണിയൊക്കെ കഴിച്ചിട്ട് പിന്നെ ബാക്കി വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ അതാ രാവിലെ എണീറ്റ് വന്ന് ഞാനിതാ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കട്ടൻ കാപ്പി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിതാ പുറത്തേക്ക് നോക്കുമ്പോഴും മഴയ്ക്കൊരു കുറവില്ല, നല്ല മഴയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മഴ പെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. ചിലർ പറയാറുണ്ട് മഴ ആകുമ്പോൾ ആകെ മടി പിടിച്ച് അങ്ങനെ, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പിനെസ് നൽകുന്ന ഒരു കാലാവസ്ഥയാണ് മഴ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കാപ്പി ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് നട്ട്സൊന്നും ഉണ്ടായിരുന്നില്ല. ബിസ്ക്കറ്റോ റസ്കോ എന്തെങ്കിലും ഞാൻ കഴിക്കാറുണ്ട്, പിന്നൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ നട്ട്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് പാക്കിൽ നിന്ന് ഒരു കണ്ടെയ്നറിലേക്ക് ആക്കി വയ്ക്കുകയും വേണം. അതിൽ ഞാൻ 2 എടുക്കും, 2 ഈത്തപ്പഴം കൂടെ ആണ് കേട്ടോ ഇന്ന് ചായ കുടിക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ശീലമാണ് രാവിലെ എണീറ്റ് ചായ കുടിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നട്ട്സൊക്കെ കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഞാൻ ചായ കുടിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോഴും പുറത്ത് നല്ല മഴ തന്നെ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചായയൊക്കെ ഒന്ന് കുടിച്ചാൽ പിന്നെ ഒരു സ്പീഡിൽ ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും വൈകുന്നേരത്തിനുള്ളതും ഒക്കെ റെഡിയാക്കിയിട്ട് വെച്ചാൽ പിന്നെ നമുക്ക് പണിയൊന്നുമില്ല. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞാൽ കുളിക്കുക, അത്ര ഉള്ളൂ. പിന്നെ പുറത്തെ പണികളൊന്നുമില്ല, കാരണം നല്ല മഴയല്ലേ. അപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. അപ്പോൾ ഇന്ന് നേരത്തെ പണിയൊക്കെ തീർത്തിട്ട് കിച്ചണിൽ നിന്ന് പോകാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ 2 നട്ട്സും കൂടെ എടുത്തിട്ടുണ്ട്, അതും കൂടെ കൂട്ടിയിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ചായയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ആ ചായ കുടിച്ച് മാത്രം അപ്പോഴേക്കപ്പം കഴിക്കുമായിരുന്നു കേട്ടോ. അത് പിന്നെ സിങ്കിൽ ഇട്ട് വെക്കണ്ടെന്ന് വിചാരിച്ച് പിന്നെ നമ്മളെല്ലാം കൂടെ ഇട്ട് വെച്ച് പിന്നെ അത് സിങ്ക് നിറയും, അപ്പോൾ പിന്നെ ഭാരമാകും. അപ്പോൾ അത് പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല, അപ്പോൾ വേഗം അത് കഴുകി വെച്ചാൽ പിന്നെ അതണ്ട് ഒഴിവാകുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചായ കുടിച്ച പാത്രം പെട്ടെന്ന് തന്നെ കഴുകി വെക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ ചെയ്താൽ മതി. നമ്മുടെ അപ്പോഴേക്കപ്പം തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ പണിയും കഴിയും, നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ പാത്രം കഴുകിയതിന് ശേഷം പിന്നെ ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തു. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള ചോറിന് ഉള്ളത് അരി എടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ പെരുന്നാളിന് എടുത്തിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഉണക്കി വെച്ചിരുന്നു, ചെമ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഒക്കെ കഴുകിയിട്ട് ഉണക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ എടുത്ത് വെക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടെ അതിൻ്റെ ഇടയിൽ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ അരി എടുക്കുകയാണ്, ഉച്ചക്കൽക്കുള്ള അരിയും കൂടെ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ചോറുണ്ട് വെന്താൽ പിന്നെ അത് ഇറക്കി വെച്ചാൽ റൈസ് കുക്കറിലാണ് വെക്കുക കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ചോറ് വെക്കണ പണി കഴിഞ്ഞല്ലോ. അതിന് ശേഷം പിന്നെ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ടും മത്തിയും ചെറുപയറും കൂടെ ഉള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉച്ചക്കും കൂടെ എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നല്ല പഴുത്ത മത്തിയും ചെറുപയറും കൂടെ കറി വെച്ച് പുട്ടിന് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ പെരുന്നാളിന് വാങ്ങിയ പഴവും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ തീർക്കാമെന്ന് വിചാരിച്ചു. കാരണം പഴം അതിന് ഇരുന്ന പ്രാണികളൊക്കെ ആയിരിക്കുമല്ലോ, അപ്പോൾ അത് കാരണം. അപ്പോൾ ഇതാ ഞാൻ മത്തിയും ചെറുപയർ നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിരുന്നു. അപ്പോൾ അത് കറിയുന്നു. പിന്നെ മഴ ആയതുകൊണ്ട് പിന്നെ നമുക്ക് മീനിനൊന്നും വെയിറ്റ് ചെയ്യേണ്ട സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം പണിയെടുക്കാൻ വേണ്ടിയിട്ട് അതും മത്തിയും പയറും കൂടെ കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് ഇതാ പുട്ട് നനയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേർക്കുള്ള പുട്ട് നനച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം നല്ല വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് വെച്ചാൽ പാകത്തിന് നല്ല നനവായിട്ട് കിട്ടും. അതിന് ശേഷം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ചെറിയ അരിപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കുക. അപ്പോൾ ഒരു കട്ടയില്ലാതെ കിട്ടും ചെയ്യും, നമുക്ക് നല്ല നൈസായിട്ടുള്ള പുട്ടും കിട്ടും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ ചോറ് ഏകദേശം തിളക്കാനായിട്ടുണ്ട്. മറ്റേ അടുപ്പത്ത് കുക്കറിൽ മത്തിയും പയറും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പണികൾ വേഗം പിന്നെ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ തേങ്ങയും കൂടെ ചിരകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിരകിയ തേങ്ങ ഫ്രിഡ്ജിലുണ്ട്, അപ്പോൾ ഞാനത് എടുക്കുന്നില്ല തണുപ്പായതുകൊണ്ട്. അപ്പോൾ ഞാൻ ഫ്രഷ് തന്നെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഫ്രഷ് തേങ്ങ ചിരകിയതും കൂടെ എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ പുട്ട് തരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാട്ടാ പുട്ട് നനവൊക്കെ ഒന്ന് പാകമായതിനു ശേഷം ഞാൻ പുട്ടൊന്ന് തരിച്ചെടുക്കണം. എന്നിട്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇന്ന് ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ തരിച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടി ഉണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ റൗണ്ടാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 തട്ടിൽ നമ്മൾ ചെയ്ത് കൊടുത്താൽ നമുക്ക് 3 ആളൊക്കെ ഉള്ളതെങ്കിൽ ആവശ്യത്തിൽ ഉള്ള പുട്ട് റെഡിയാകും ചെയ്യും. ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പുട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ പുട്ടും കുറ്റിയ ഇല്ലാതെ തന്നെ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചോറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറ് ഇനി റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ പിന്നെ നമുക്ക് പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും പാകത്തിന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കിച്ചണിൽ ഏകദേശം നമ്മുടെ പണികളൊക്കെ ഇനി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ മീനില്ലാത്ത കാരണം പിന്നെ മഴയാണ്, അപ്പോൾ വെയിറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല കേട്ടോ. കാരണം വെയിറ്റ് ചെയ്യാൻ നിന്നാൽ പിന്നെ നമ്മുടെ പണി അങ്ങനെ ലേഗാവും. അപ്പോൾ നമ്മൾ ഒരു ദിവസം മീനില്ലെങ്കിലും പച്ചക്കറി വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് പണി തീരണമെങ്കിൽ എന്തായാലും നമ്മൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും വേണം. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി ആയിട്ടും പുളിഞ്ചി, ചമ്മന്തി, അങ്ങനെ പപ്പടം അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ പെട്ടെന്ന് പണി തീർക്കുക കേട്ടോ. അപ്പോൾ അത് ആ മത്തയിലേക്കുള്ള പയറും ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് തൂമിച്ച് കടുക് തൂമിച്ചിട്ട് ഒഴിക്കുകയും തേങ്ങ ചിരകിയത് അരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഞാൻ അത് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് പപ്പടം കൂടെ ഉണ്ട് പുട്ടിൽക്ക്. അപ്പോൾ ഉച്ചയ്ക്കുള്ള പപ്പടവും അതേപോലെ തന്നെ പുട്ടിൽക്കുള്ള പപ്പടവും ഞാനിതാ കാച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ പപ്പടം കൂടെ നമ്മൾ കാച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പഴം നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ തീർക്കണം. അതേപോലെ മത്തയും ചെറുപയറും കൂടെ കറി വെച്ചതുകൊണ്ട് പപ്പടമുണ്ട്, കട്ടൻ ചായയാണ് കേട്ടോ. അപ്പോൾ നല്ല മഴ പെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പുട്ടും ചെറുപയർ കറിയും ഒക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പണി വേഗം കഴിയണമെങ്കിൽ ഇങ്ങനെ എളുപ്പമുള്ള ഇതൊക്കെ നമ്മൾ ചെയ്യണം, എന്നാൽ ആവശ്യത്തിന് ടേസ്റ്റും വേണം. അപ്പോൾ ഇതാ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു പുളിഞ്ചി ഉണ്ടാക്കണം എന്ന്. അപ്പോൾ പുളിഞ്ചി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനായിട്ടൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഉലുവയും കടുകും ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക. അതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് സവാള, അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് സവാള ഇട്ട് കൊടുക്കുക, പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം മാത്രമേ തക്കാളിയും മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുള്ളൂ. ഞാനിതിൽ മല്ലിപ്പൊടി യൂസ് ചെയ്യുന്നില്ല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി യൂസ് ചെയ്യുന്നില്ല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള പുളിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ചെറിയ സിമ്മിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പുളിഞ്ചും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അച്ച് ശർക്കര കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു മധുരം എരിവൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉണക്ക ചെമ്മീൻ വെച്ചിട്ട് ചമ്മന്തി അരക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഉണക്ക ചെമ്മീൻ വേണ്ടാത്തതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് അരച്ചിട്ട് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഉണക്ക ചെമ്മീൻ ഇട്ട് വറുത്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ചമ്മന്തിയിലാണ്. അപ്പോൾ 2 തരം ചമ്മന്തി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ റെഡിയായി. അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കുള്ളതും അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ റെഡിയായി. ഇനി ഞാനിതാ കിച്ചനൊക്കെ നന്നായിട്ട് അടിച്ച് തുടച്ച് വൃത്തിയാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണിൽ പ്രാണികളും ഈച്ചകളൊക്കെ മഴക്കാലമാകുമ്പോൾ പ്രത്യേകിച്ചും വരും. അപ്പോൾ അത്
വരാതിരിക്കാനായിട്ട് നമ്മൾ വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് അപ്പോഴേക്കപ്പോൾ നമ്മൾ കളയണം കേട്ടോ. വേസ്റ്റ് ഒരിക്കലും തന്നെ നമ്മൾ കിച്ചണിൽ വെക്കരുത്. അതേപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് യൂസ് ചെയ്തിട്ട് തീർക്കുക. പിന്നെ അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പഴം ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ ഇങ്ങനെ പ്രാണികൾ വരുന്നത് കണ്ടപ്പോൾ ഞാനതൊരു ഒരു പഴത്തൊലി കളഞ്ഞിട്ട് ഇനി അത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. വൈകുന്നേരം ഷെയ്ക്കോ എന്തെങ്കിലും ഉണ്ടാക്കുകയാണ് ചെയ്യുക കേട്ടോ. പിന്നെ അത് ആ ഫ്രൂട്ട്സ് മാംഗോ ഉണ്ട്, അപ്പോൾ അതും കൂടെ ഫ്രൂട്ട്സ് മാംഗോയും മുസമ്പിയും ഉണ്ട്, അപ്പോൾ അതും കൂടെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പോകും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പുറത്ത് ഓപ്പണായിട്ട് വെച്ചാൽ പ്രാണികൾ വരും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അടച്ച് വെക്കണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഞാനിതാ ഒരു ക്ലീനിങ് സൊല്യൂഷനാണ്. അതായത് നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് സുറുക്കയും ഒരു ഗ്രാമ്പു പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തുടച്ച് വെക്കുന്ന തുണി അതിലിട്ട് മുക്കിയിട്ട് നന്നായിട്ട് കൗണ്ടർ ടോപ്പും അതേപോലെ തന്നെ കിച്ചനും സിങ്കും എല്ലായിടും നന്നായിട്ട് തുടച്ചെടുക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും, പ്രാണികളൊന്നും വരികയില്ല, ഈച്ചയുടെ ശല്യം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതാ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ഇപ്പോൾ മഴയാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ പുറത്ത് ഉള്ള പണികളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അകമൊക്കെ ഒന്ന് നീറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇന്ന് മുഖത്ത് ഒരു ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് മുൾട്ടാണി മിട്ടിയുടെ പൊടി ഒരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കാപ്പിപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് തേനും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് മുഖത്തും കഴുത്തിലും അതേപോലെ തന്നെ കൈകളിലും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ, നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഇതും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, ഈ തൈരും അതേപോലെ ഇതെല്ലാം. അപ്പോൾ നമ്മുടെ കയ്യിലും അതേപോലെ കഴുത്തിലുള്ള കരുവാളിപ്പും ഒക്കെ മാറാൻ ഇത് നല്ല യൂസ്ഫുള്ളാണ്. അത് ഒരു അരമണിക്കൂർ മുഖത്തൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ പോയിട്ട് കുളിച്ച് ഫ്രഷായി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ളുഹർ നിസ്കരിക്കണമല്ലോ, അപ്പോഴേക്കും ളുഹർ നിസ്കാരത്തിനുള്ള സമയമായി. അപ്പോൾ ഞാൻ ളുഹർ നിസ്കരിക്കാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ നിസ്കാരം കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ലഞ്ച് കഴിക്കണം. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ലഞ്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെസ്റ്റായി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പണികൾ നേരത്തെ ഒക്കെ ചെയ്തു വെച്ചാൽ ഉച്ചയാകുമ്പോഴേക്കും നമ്മുടെ എല്ലാ പണികളും കഴിയുകയും ചെയ്യും. നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയം ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം വരെ ഫുഡ് ഉണ്ടാക്കലും മറ്റാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. നല്ല ചെറുപയറും മത്തയിട്ട് കറിയും പുളിഞ്ചും ചമ്മന്തിയാണ് കേട്ടോ ഇന്നത്തെ. അപ്പോൾ മഴയുള്ള ദിവസമൊക്കെ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ വൈകുന്നേരം ഒരു 4 മണി 5 ആയപ്പോൾ ഒരു ഷെയ്ക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ രാവിലെ പഴം ഫ്രിഡ്ജിൽ തൊലിയൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പഴം വെച്ചിട്ടാണ് ഞാനൊരു ഷെയ്ക്ക് ഉണ്ടാക്കുന്നത്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷെയ്ക്കാണ് കേട്ടോ. അത് കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇത് ഒരു ഗ്ലാസ് ഉണ്ടാക്കി കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 2 റോബസ്റ്റ് പഴമാണ് എടുത്തത്. നേന്ത്രപ്പഴമാണെങ്കിൽ നല്ലൊരു വലുത് എടുക്കുക. അതിലേക്ക് ഞാൻ പീനട്ട് ബട്ടറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതൊരു ഫുള്ളായിട്ടൊരു സ്പൂൺ തന്നെ എടുക്കുക. പിന്നെ ഒരു 3-4 ഡേറ്റ്സ്, 3 മതിയാവും, ആവശ്യത്തിന് മധുരം ഉണ്ടാവും. പിന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂൺ റാഗിപ്പൊടി കൂടെ എടുക്കുന്നുണ്ട്. അതിലേക്ക് 3-4 അണ്ടിപ്പരിപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഗ്ലാസ് പാല് കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വളരെ സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ട് അത് നമ്മൾ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ക്ഷീണിച്ചിട്ടുള്ള കുട്ടികൾക്കും അതേപോലെ തന്നെ ഫുഡ് കഴിക്കാത്തവർക്കും ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഷേക്കാണിത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. താങ്ക്